ഹാപ്പി ബർത്ത്ഡേ കണ്ണ. മാഡം എല്ലാം റെഡിയാണ് കേട്ടോ. കാലില് സ്വീറ്റ്സും ബ്ലാങ്കറ്റും എല്ലാം എടുത്തു വെച്ചോ? എല്ലാം വെച്ചിട്ടുണ്ട്. എന്താണ് ഇതെല്ലാം? ബൈ. സുധാകർ, പേഷ്യന്റിനെ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തേ. നേരത്തെ 2 തവണ ടെസ്റ്റ് എടുത്താണല്ലോ. ഇപ്പോ നിങ്ങൾ എടുത്തത് 3ാമത്തെ റിസൾട്ടാണ്. ഇത് അമ്മയുടെ അടുത്ത് എങ്ങനെ തോന്നി? അമ്മയുടെ അടുത്ത് അവരുടെ മകൾ മരിക്കാൻ പോകുന്ന എങ്ങനെയാ പറയാ? ഡോക്ടർ, അജീമും സ്വീറ്റ്സും ബ്ലാങ്കറ്റും ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഗുഡ്, വാ പോ. എന്താ പീറ്റർ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഓ, നന്നായിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. ദൈവത്തിന് അനുഗ്രഹമുണ്ട്. നന്നായി പോകുന്നു. വെരി ഗുഡ്. നന്നായിട്ട് റെസ്റ്റ് എടുക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. സന്തോഷം. എന്നാ മുത്തശ്ശി, എന്നോട് പോയപ്പോഴേ ഒരു ഷോള് വേണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഒരുപാട് സന്തോഷം. ദീർഘായുസായിട്ടിരിക്കട്ടെ. ഒന്നുകൂടി പറഞ്ഞേ. നിന്റെ ഈ നല്ല മനസ്സിന് ദീർഘായുസായിട്ടിരിക്കണമെന്ന്. ഹലോ അങ്കിൾ. എന്താണ് പരിപാടി? എങ്ങനെയുണ്ട്? ഐ ആം ഓക്കെ. എന്നാ നിനക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നാ. എനിക്കോ? എന്താ മേടിച്ചോണ്ട് വന്നിരിക്കുന്നേ? ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എന്നാ പൈജാമ. ഓ അങ്കിൾ. എന്തുപറ്റി? അങ്കിൾ ഒരു കാര്യം ചെയ്യ്. ഈ പൈജാമ ഇവിടെ വെച്ച് മുറിച്ചു തന്നെ. എന്തിനാ വെട്ടാൻ പറഞ്ഞ്? അയ്യോ അങ്കിൾ, നാളെ എന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ പോവല്ലേ. എനിക്ക് എങ്ങനെ ഇത് ഇടാൻ പറ്റുക? ഞാനിത് മുഴുവൻ ഇട്ട ആൾക്കാർ എന്നെ കളിയാക്കില്ലേ? ആന്റി ഒന്ന് പറഞ്ഞു കൊടുക്ക ആന്റി. അജയ്, വാ. ബൈ. ഓക്കെ, കാര്യമാണ് സിസ്റ്റർ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ഗുഡ് ലക്ക്. അമ്മേ. റിലാക്സ്, റിലാക്സ്. ഇതെങ്ങനെയാ നിന്റെ അമ്മയുടെ അടുത്ത് പറയാ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്നെ ക്ലാസ്സിൽ പോകാൻ അനുവദിക്ക്. അവന്റെ ക്ലാസ്സിൽ പോണെന്ന് പറഞ്ഞു കേട്ടില്ലേ? പോവാൻ വിടുന്നേ. അവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇനിയും കളിച്ചു തീർന്നില്ല. നീ ആരടാ? അവിടെ ഇരിക്കടാ. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. എന്നെ തോപ്പിക്കാൻ ഈ ഭൂമിയിലുള്ള ഒരുത്തിനെ കൊണ്ടും പറ്റില്ല. എല്ലാത്തിനും പപ്പടാക്കി കളയാൻ ഞാൻ. ദിലീപ്, നീ പോയിക്കോ. ഉം? ഇനി എന്റെ കൂടെ പഞ്ചൂസ്തി. മച്ചാ നോക്കടാ, ബലം കാണിക്കാൻ ഒരുത്തൻ വന്നിരിക്കുന്നുണ്ടല്ലേ? നീ പന്തയത്തിനുണ്ടോടാ? ഞാൻ ബെറ്റ് വെക്കുന്നു. ശരത്തെ ജയിക്കത്തുള്ളൂ. എനിക്ക് ഉറപ്പാ.
ഇങ്ങനെയാണ് അവനെ അപ്പളെ ഇവനെ കൊണ്ട് ജീവിതത്തോളം. പറ്റിയല്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ എല്ലാ കാര്യം ഉണ്ടായിരുന്നു. അയ്യോ മാനം കളഞ്ഞല്ലോ രാവിലെ തന്നെ അയ്യോ, എന്റെ പോടാ പ്രാശന് ഇതിന്. പോയി ഇട്ടുകൊടുക്കുന്ന വെറുതെ ആളല്ലേ മാർക്കിടെ നാണം കെടുത്താൻ വേണ്ടി. അഞ്ജലി ഇതേ നോക്കി കണ്ടുകൊണ്ടായിരിക്കുന്നെ. ഹായ് ഹീറോ. ഇതുവരെ ഒരു ബെറ്റ് പോലും അഞ്ജലി ജയിച്ചിട്ടേ ഇല്ലല്ലോ. അജയ് തോപ്പിക്കാൻ വേറെ വഴിയില്ലേ? എന്ത് ചെയ്യാനാ? അജയ് ഇതുവരെ നമ്മുടെ കോളേജിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചിട്ടില്ലല്ലോ. എല്ലാവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവാതിരിക്കോ? അതേപോലെ അജയുടെ അടുത്തുള്ള വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിച്ച എങ്ങനെ കണ്ടുപിടിക്കും? അവന്റെ അമ്മയെ കണ്ടല്ലോ. ഓ, അടിക്കടാ. അമ്മോ, അത് തന്നെ, അങ്ങനെ തന്നെ. പിടിക്ക്. ആ, കണ്ടോ ആ കറുത്ത ചട്ടിക്കാരനെ കണ്ടോ? അവനെ പോലെ വേണം അടിക്കാൻ. എന്താ ഇത്? നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം? അടിക്കടാ. ദേ നോക്ക്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാ. രണ്ട് തടിയന്മാരെ അടിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണാനല്ലേ എന്റെ ജോലി. നിങ്ങക്കേ വേറെ പണിയൊന്നുമില്ല. എന്താടി, കുറച്ചു നേരം കൂടെ എന്നെ ഇതൊന്ന് കാണിക്കേ. കുറച്ചു നേരം കൂടെ പ്ലീസ്. പറ്റില്ല. സൂര്യ ടിവിയിലേ നല്ലൊരു പടം നടക്കുന്നുണ്ട്, എനിക്കത് കാണണം. വട്ട്, ഒരു ടിവിയിൽ 2 ചാനൽ കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ടി വി വാങ്ങിത്താ. ഞാൻ വേറെ ടിവി വാങ്ങിക്കണം. അല്ലെങ്കിലേ ഞാനൊരു ബെറ്റ് വെക്കാം. ബെറ്റിന് നീ വിജയിച്ചാ നിനക്ക് ടിവി വാങ്ങിച്ചു തരാം. എന്ത് പറഞ്ഞാലും ബെറ്റ് വെക്കുന്നതാ നിങ്ങളുടെ ജോലി. ഇപ്പൊ ഈ സ്വഭാവം നമ്മുടെ മോക്കും കിട്ടിയിട്ടുണ്ട്. എന്താന്ന് പറ. എന്നാ നോക്ക്, ഈ ഗുസ്തി മത്സരമില്ലേ, ഇതില് ചുമന്ന ചട്ടിക്കാരൻ ജയിക്കുവോ അതോ കറുപ്പ് ചട്ടിക്കാരൻ ജയിക്കുവോ? എന്തിനാണ് ബെറ്റ് വെക്കുന്നത് പോലും നിങ്ങൾക്ക് അറിയില്ലേ? കറുത്ത ട്രൗസർ ചുമന്ന ട്രൗസർ എന്നൊക്കെ ഞാനൊന്നിനുമില്ല. എന്നാ നിനക്ക് ടിവി ഇല്ല? മാറ്റമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഡൈവോഴ്സ് ചെയ്യും. ആരെയാ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നേ? നിങ്ങളെ തന്നെ. നിങ്ങളല്ലേ എന്റെ ഭർത്താവ്. വെരി ഗുഡ്, വെരി ഗുഡ്. ശരിയെന്നല്ലേ? ഏയ്, എവിടെ പോകുന്നു? കോടതി പോവാണോ? കോർട്ടിൽ നാളെ പോളൂ. ദാ നോക്ക്, നിങ്ങളുടെ മോള് വന്നല്ലോ ടിഫിൻ ഉണ്ടാക്കാൻ. കൈ വാഷ് ചെയ്തിട്ട് എടുക്കടി. അതെങ്ങനെ അച്ഛന്റെ സ്വഭാവം? അടിക്കുന്ന കണ്ടോ അമ്മ? ഞാനെന്താ അടി വാങ്ങിയാത്ത ആളാണോ? നാളെ എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നോളാം. പേടിക്കണ്ട, നാളെ സൺഡേയാ, കോർട്ട് അവധിയാ. കോർട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നാളെ ഡൈവോഴ്സ് തന്നെയാ. അച്ഛാ, അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. ഡിവോഴ്സ് ഉറപ്പാ. വാണി, ഇവിടുത്തെ എന്റെ ഷർട്ട് എടുത്തിട്ടേക്കുന്നു. അച്ഛാ, ആദ്യം അമ്മയെ പോയി സമാധാനിപ്പിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ അച്ഛനെ ഉറപ്പായിട്ടും ഡിവോഴ്സ് ചെയ്യും. അങ്ങനൊന്നും നടക്കില്ലടി. എന്നെ വിട്ടിട്ട് അവൾ എവിടെ പോവാനാ? ഉറപ്പായിട്ട് ചെയ്യുവച്ചാ. എന്തൊരു സന്തോഷം. മക്കളായി ഇങ്ങനെ തന്നെ വേണം. പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുവച്ചാ. പറയുന്നില്ല. ചെയ്യുന്ന്. പറയുന്നില്ല. ചെയ്യും. ബെറ്റ് എത്ര പറ. ശരി, അവളുടെ അടുത്ത് ചോദിച്ചിട്ടാ. അച്ഛനിത് ശരിക്കും മേടിച്ചു കൂട്ടും. ബോർ. मेरे ख्वाब की ताबीर मेरी जाने गजल जिंदगी मेरी तुझे याद किए जाती है. ഹലോ സെനത്, നിനക്ക് ബുർക്ക ഉണ്ടോ? ഏയ്, എന്താ ആലോചിക്കുന്നേ? ഓ, ഡിസ്റ്റർബ് ചെയ്യാതെ. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. തിരിച്ച് റിവൈൻഡ് ചെയ്ത് നോക്കണം. जब तेरा हुस्न मेरे इश्क से टकराया था और फिर राह में बिखरे थे हजारों नगमे. जब तेरा हुस्न मेरे इश्क से टकराया. പെട്ടെന്ന് ബുക്കൊക്കെ എടുത്തിട്ട് വാടി. ബുക്കിലല്ലേ എല്ലാം ഉള്ളത്. ഓ,